നമ്മൾ നൈട്രേറ്റ് അസിമിലേഷൻ കണ്ടു കഴിഞ്ഞു. നൈട്രേറ്റ് അസിമിലേഷൻ എന്താണ്? ആക്ച്വലി ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ വഴിയോ അല്ലെ ലൈറ്റ്നിങ് വഴിയോ ഉണ്ടാകുന്ന HNO3 സോയിലിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ NO3 എങ്ങനെ അസിമിലേറ്റഡ് ആകുന്നു അല്ലെങ്കിൽ നൈട്രേറ്റ് എങ്ങനെ അസിമിലേറ്റഡ് ആകുന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത് ഒന്ന് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിലിൽ ഫ്രീ ലീവിങ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റുമായിട്ടൊക്കെ സിംബയോട്ടിക് അസോസിയേഷനിലുള്ള സിംബയോട്ടിക് എന്ന് പറഞ്ഞെങ്കിൽ മ്യൂച്വലി ബെനിഫിഷ്യലായിട്ടുള്ള അസോസിയേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള മൈക്രോബ്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതിനാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു മജോറിറ്റി ഓഫ് നൈട്രജൻ ഫിക്സ്ഡ് എങ്ങനെയാണ്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ നമുക്കറിയാം. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ N∧N. അപ്പോൾ അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ NH4 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനീഷ്യലി NH3 ആയിട്ട് ഫൈനലി NH4 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളവർ ആരാണ്? മൈക്രോബ്സ് ആണ്. മെയിനായിട്ട് ബാക്ടീരിയ ആണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്സ് ഫ്രീ ലീവിങ് ആകാം അല്ലെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷൻ ഉള്ളതാകാം. അപ്പം എന്താണ് ഫ്രീ ലീവിംഗ് എന്നുണ്ടെങ്കിൽ സോയിലിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റുമായിട്ട് സിംബയോട്ടിക് അസോസിയേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയ ആകാം. അപ്പം ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ലീവിംഗ് ആയിക്കോട്ടെ സിംബയോട്ടിക് അസോസിയേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിക്കോട്ടെ, നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ഇപ്പോൾ എവിടെയാണോ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടക്കുന്നത് ആ റീജിയൻ അനൈറോബിക് ആയിരിക്കണം, ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ ആയിരിക്കണം. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി പ്രോസസ്സാണ്. ഹൈ എനർജി ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്. NADH ലോ, FADH ലോ, അല്ലെങ്കിൽ NADPH ലോ, അല്ലെങ്കിൽ ഫെറിഡോക്സിൻ ലോ ഒക്കെയുള്ള ഹൈ എനർജി ഇലക്ട്രോണുകളുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻവോൾവ് ആണ്. അപ്പം ഈ ഹൈ എനർജി ഇലക്ട്രോണിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അനൈറോബിക് കണ്ടീഷനിലേ നടക്കത്തുള്ളൂ. നമ്മൾ ഫോട്ടോസിന്തസിസ് ഒക്കെ കണ്ടാണ്, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ റെസ്പിറേഷനിലൊക്കെ കണ്ടതാണ്. റെസ്പിറേഷനിൽ മെയിനായിട്ട് കണ്ടതാണ് ഇലക്ട്രോൺ അക്സെപ്റ്റർ O2 ആണ്. ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ O2 ആണ്. അപ്പോൾ O2 ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജൻ ഈ ഹൈ എനർജി ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ പറയുന്ന പ്രോസസ്സ് നടക്കത്തില്ല. നൈട്രജൻ ഫിക്സേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ്. ഹൈ എനർജി ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട്. ഓക്സിജൻ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയതുകൊണ്ട് ഈ ഓക്സിജൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് വഴി ഈ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കാത്തൊരവസ്ഥ വരും. അപ്പം അതുമാത്രമല്ല, ഈ നൈട്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ആക്ച്വലി ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നൈട്രോജിനേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഈ ഓക്സിജൻ്റെ പ്രസൻസ് ഈ എൻസൈമിനെ പെർമനൻ്റ്ലി ഇനാക്റ്റീവ് ആക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലം ഉള്ളതുകൊണ്ട് അനൈറോബിക് കണ്ടീഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഈ സാധാരണ കാണപ്പെടുന്ന സൈനോബാക്ടീരിയ ഒക്കെ സൈനോബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷൻ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫിലമെൻ്റസ് ആയിട്ടുള്ള അപ്പോൾ ഓരോന്നോരോ സെല്ലായിട്ടുള്ള ഇങ്ങനെ ഫിലമെൻ്റസ് ആയിട്ടുള്ള നൈട്രജൻ സൈനോബാക്ടീരിയയുടെ കേസിൽ ചില സെല്ലുകൾ തിക്ക് വാൾഡ് ആയിരിക്കും. അപ്പോൾ തിക്ക് വാൾഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളുടെ പേരാണ് ഹെട്രോസിസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയാണ് പറയുന്നത്. സൈനോബാക്ടീരിയ, ഫിലമെൻ്റസ് ആയിട്ടുള്ള സൈനോബാക്ടീരിയ. അപ്പം അതിനകത്ത് ഇടയ്ക്ക് ചില സെല്ലുകൾ എന്തായിരിക്കും? തിക്ക് വാൾഡ് സ്ട്രക്ചർ ആയിരിക്കും. ആ സെല്ലിൽ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിലായിരിക്കും. അപ്പോൾ സൈനോബാക്ടീരിയനെ നൈട്രജൻ കുറവുള്ള കണ്ടീഷൻ വളർത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇടയ്ക്കുള്ള ചില സെല്ലുകൾ തിക്ക് വാൾഡ് സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഹെട്രോസിസ്റ്റിൽ വെച്ച് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നു. ഈ ഹെട്രോസിസ്റ്റിൽ അനൈറോബിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഫോട്ടോസിന്തസിസ് പറഞ്ഞായിരുന്നു നമ്മുടെ ഫോട്ടോസിസ്റ്റം 2
ഫോട്ടോസിസ്റ്റം 2 ആണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോട്ടോസിസ്റ്റം 2 ആണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനീഷ്യൽ വാട്ടർ സ്പ്ലിറ്റിംഗ് വഴി ഫോട്ടോസിസ്റ്റം 2 ആണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹെട്രോസിസ്റ്റുകളിൽ ഈ പറയുന്ന ഫോട്ടോസിസ്റ്റം 2 ഇല്ലാത്തതുകൊണ്ട് ഓക്സിജൻ ഉണ്ടാകത്തില്ല. ഓക്സിജൻ ഇല്ലാത്തപ്പോൾ എന്താണ് അനൈറോബിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈനോബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. അത് ഫിലമെൻ്റ് സ്ട്രക്ചറാണ്. അതിൻ്റെ ചില സെല്ലുകൾ നൈട്രജൻ ഇല്ലാത്ത കണ്ടീഷനിൽ തിക്ക് വാൾഡ് ആയിട്ടുള്ള സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അത് നൈട്രജൻ ഫിക്സേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അവിടെ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ അവിടെ ഫോട്ടോസിസ്റ്റം 2ൻ്റെ ആബ്സെൻസ് വഴി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതും പറയാനുണ്ട്. ഇനി ചില സൈനോബാക്ടീരിയകൾ ഈ ഹെട്രോസിസ്റ്റ് ഡെവലപ്പ് ചെയ്യാതെ തന്നെ അനൈറോബിക് കണ്ടീഷനിലോട്ട് എക്സ്പോസ്ഡ് ആകും. ഇപ്പോൾ പലപ്പോഴും ഈ നമ്മുടെയൊക്കെ പാഡി ഫീൽഡിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഫ്ലഡഡ് കണ്ടീഷനിൽ, അപ്പോൾ ഫ്ലഡഡ് കണ്ടീഷനിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ വാട്ടർ കുറവുള്ളത് കൊണ്ട്, ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻസൈഡ് വാട്ടർ കുറവായതുകൊണ്ട് അവിടെ ഒരു അനൈറോബിക് കണ്ടീഷൻ ഉണ്ടാവുകയും അപ്പോൾ ഹെട്രോസിസ്റ്റ് ഇല്ലാതെ തന്നെ അനൈറോബിക് കണ്ടീഷൻ ഉണ്ടാവുകയും ആ ഒരു കണ്ടീഷനിൽ വെച്ച് സൈനോബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്ന കണ്ടീഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ വയലുകളിലൊക്കെ ഇതുപോലുള്ള സൈനോബാക്ടീരിയ ഉണ്ട്. അങ്ങനെയുള്ള വയലുകളിൽ കാണപ്പെടുന്ന സൈനോബാക്ടീരിയ ഈവൻ ഹെട്രോസിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ അനൈറോബിക് കണ്ടീഷൻ ഉണ്ടാക്കുന്നു. എപ്പോൾ ഫ്ലഡഡ് കണ്ടീഷനിൽ. അങ്ങനെ അനൈറോബിക് കണ്ടീഷനിൽ അവർ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. പിന്നെ എന്താണ് ഈ സൈനോബാക്ടീരിയയുടെ ഡെത്ത് ആൻഡ് ഡീകെ വഴി സോയിലിലോട്ട് ഈ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ ഫാർമേഴ്സ് ഒരുപാട് ഈ സൈനോബാക്ടീരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? സോയിലിനെ നൈട്രജൻ കൊണ്ട് എൻറിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഫ്രീ ലീവിങ് ആയിട്ടുള്ള ബാക്ടീരിയനെ നമുക്ക് ഈ നൈട്രജൻ ഫിക്സേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫ്രീ ലീവിങ് ബാക്ടീരിയനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ആ ഫ്രീ ലീവിങ് ആയിട്ടുള്ള ബാക്ടീരിയനെ ഒന്ന് എയറോബിക്, ഫാക്കുൾട്ടേറ്റീവ് ആൻഡ് അനൈറോബിക്, അങ്ങനെ 3. അപ്പോൾ എയറോബിക്, ഫാക്കുൾട്ടേറ്റീവ് ആൻഡ് അനൈറോബിക്, അങ്ങനെ 3ആയിട്ട് ഫ്രീ ലീവിങ് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തേത് എയറോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഉള്ള സ്ഥലത്ത് വളരുന്നതാണ് എയറോബിക് ബാക്ടീരിയ. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ നമ്മളുടെ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ റെസ്പിറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഓക്സിഡേഷന് വേണ്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചില എയറോബിക് ബാക്ടീരിയ ഈവൻ ഓക്സിജൻ്റെ പ്രസൻസിൽ, എയറോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയയാണ് എയറോബിക് ബാക്ടീരിയ. ഓക്സിജൻ്റെ പ്രസൻസിൽ പോലും അല്ലെങ്കിൽ ഓക്സിജൻ ഉള്ള കണ്ടീഷനിൽ വളരുന്ന ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബാക്ടീരിയ അനൈറോബിക് കണ്ടീഷൻ ഉണ്ടാക്കുന്നത്? ഇങ്ങനെയുള്ള ബാക്ടീരിയ ആ സെല്ലുകളിൽ അവരുടെ മെറ്റബോളിസം കൂട്ടുമ്പോൾ അല്ലെങ്കിൽ മെറ്റബോളിസം കൂടുന്ന വഴി ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഷുഗറിൻ്റെയൊക്കെ ഓക്സിഡേഷന് വേണ്ടിയിട്ട് ഈ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എയറോബിക് കണ്ടീഷനിൽ വളർന്നാൽ പോലും ഇൻസൈഡ് ബാക്ടീരിയൽ സെൽ അനൈറോബിക് കണ്ടീഷനാണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ എയറോബിക് ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഫ്രീ ലീവിങ് ബാക്ടീരിയ, നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഫ്രീ ലീവിങ് ബാക്ടീരിയയാണ് ഫാക്കുൾട്ടേറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്കുൾട്ടേറ്റീവ് ആയിട്ടുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നോർമലി എന്താണ്, അവർ എപ്പോഴെങ്കിലും ഒരു അനൈറോബിക് കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ അവർ ഓക്സിജൻ ഫിക്സ് ചെയ്യും. ഓക്സിജൻ അല്ല, നൈട്രജൻ ഫിക്സ് ചെയ്യും. അപ്പോൾ അനൈറോബിക് കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ അത് നൈട്രജൻ ഫിക്സ് ചെയ്യും. അതാണ് ഫാക്കുൾട്ടേറ്റീവ് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ. അപ്പോൾ അവർ എല്ലാ സമയത്തും അനൈറോബിക് കണ്ടീഷൻ ഉണ്ടാകുന്നില്ല. എപ്പോഴെങ്കിലും ഒരു അനൈറോബിക് കണ്ടീഷൻ വരികയാണെങ്കിൽ അവർക്ക് ആ കണ്ടീഷൻ യൂട്ടിലൈസ് ചെയ്ത് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ലീവിങ് ബാക്ടീരിയയാണ് ഫാക്കുൾട്ടേറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയകൾ. ഓക്കെ, ഇനി അനൈറോബിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ അനൈറോബിക് കണ്ടീഷനിലാണ് അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഓക്സിജൻ്റെ ആബ്സെൻസിൽ മാത്രമേ ഈ പറയുന്ന നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഫ്രീ ലിവിങ് ബാക്ടീരിയ, നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഫ്രീ ലിവിങ് ബാക്ടീരിയനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്: എയറോബിക്, ഫാക്കുൾട്ടേറ്റീവ് ആൻഡ് അനൈറോബിക്. എയറോബിക് ബാക്ടീരിയ ഓക്സിജൻ ഉള്ള സ്ഥലത്താണ് വളരുന്നതെങ്കിൽ പോലും ആ സെല്ലുകൾ മെറ്റബോളിക് റേറ്റ് കൂടുതലാകുകയും ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്ത് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നു. ആ കുറഞ്ഞ ഓക്സിജൻ കണ്ടീഷൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. ഫാക്കുൾട്ടേറ്റീവ് ബാക്ടീരിയ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാക്കുൾട്ടേറ്റീവ് ബാക്ടീരിയ എപ്പോഴെങ്കിലും അവരുടെ ലിവിങ് കണ്ടീഷൻ ഒരു അനൈറോബിക് കണ്ടീഷനിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ യൂട്ടിലൈസ് ചെയ്ത് അവർ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. അനൈറോബിക് ബാക്ടീരിയ അനൈറോബിക് കണ്ടീഷനിൽ വളരുന്നവരാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കണ്ടീഷനിൽ വളരുന്ന ബാക്ടീരിയയ്ക്ക് ആ ഒരു അനൈറോബിക് കണ്ടീഷനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നൈട്രജൻ ഫിക്സേഷൻ നടത്താൻ പറ്റും. ഇനി പലപ്പോഴും സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ. അപ്പോൾ എന്താണ് സിംബയോട്ടിക് ബാക്ടീരിയ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ഫ്രീ ലിവിങ് ബാക്ടീരിയയ്ക്കോ സിംബയോട്ടിക് ബാക്ടീരിയയ്ക്കോ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംബയോട്ടിക് ബാക്ടീരിയ എന്താണ്? മറ്റു ചില പ്ലാന്റുകളുടെ കൂടെ കൂടിയിട്ട് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഇൻവോൾവ് ആയിട്ട് അങ്ങനെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയ. അപ്പോൾ പ്ലാന്റുകൾക്ക് ഈ സിംബയോട്ടിക് അസോസിയേഷൻ ഇൻവോൾവ് ആകുന്നതുകൊണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്ത് കിട്ടുന്നു. ബാക്ടീരിയയ്ക്ക് ഈ പ്ലാന്റിൻ്റെ കൂടെ സിംബയോട്ടിക് അസോസിയേഷൻ ഇൻവോൾവ് ആയതുകൊണ്ട് ബാക്ടീരിയയ്ക്ക് വളർന്നു വേണ്ടുന്ന കണ്ടീഷൻ കിട്ടുന്നു. അപ്പോൾ അതാണ് സിംബയോട്ടിക് അസോസിയേഷൻ. മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അസോസിയേഷനാണ് സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ കൂടെ കൂടിയിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയ പ്ലാന്റിൽ ചില സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് റൂട്ട് നോഡ്യൂൾസ്. ചില റൂട്ട് നോഡ്യൂൾസ് ഫോം ചെയ്യും. ആ റൂട്ട് നോഡ്യൂൾസിലാണ് ആക്ച്വലി ഈ പറയുന്ന സിംബയോട്ടിക് ബാക്ടീരിയ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ റൂട്ട് നോഡ്യൂളിൽ അനൈറോബിക് കണ്ടീഷൻ പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള അനൈറോബിക് കണ്ടീഷനുള്ള റൂട്ട് നോഡ്യൂളിൽ വളർന്നുകൊണ്ട് അനൈറോബിക് കണ്ടീഷനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സിംബയോട്ടിക് ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ബ്ലഡിൻ്റെ ട്രാൻസ്പോർട്ടേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫാക്ടറാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ പ്ലാന്റിലും ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഉണ്ട്. ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു വേർഷൻ, വേറെ ഒരു ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ, ലെഗ് ഹീമോഗ്ലോബിൻ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹീമോഗ്ലോബിന് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ അങ്ങനെ ലെങ്സിൽ വെച്ച് ഓക്സിജനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഹീമോഗ്ലോബിൻ വേറെ ഏതെങ്കിലും ടിഷ്യൂ ചെന്നുമ്പോൾ എന്താണ്, ആ ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഓക്സിജനായിട്ട് അസോസിയേറ്റ് ചെയ്യാനും റിലീസ് ചെയ്യാനും ഉള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? നമ്മുടെ ഹീമോഗ്ലോബിനുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓക്സിജനുമായിട്ടുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ അഫിനിറ്റി അത്രമാത്രം സ്ട്രോങ് അല്ല. കാരണം ഓക്സിജനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കാനും ടിഷ്യൂവിൽ ചെല്ലുമ്പോൾ വിട്ടുകളയാനുമുള്ള കേപ്പബിലിറ്റി നമ്മുടെ ഹീമോഗ്ലോബിനുണ്ട്. പക്ഷേ പ്ലാന്റിൽ കാണപ്പെടുന്ന ലെഗ് ഹീമോഗ്ലോബിന് വൺസ് ഒരു ഓക്സിജനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിട്ട് കളയത്തേയില്ല, അതുമായിട്ട് പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള, ഇപ്പോൾ റൂട്ടാണെങ്കിൽ റൂട്ട് നോഡ്യൂളിലായിരിക്കും ബാക്ടീരിയ കാണുന്നത്. ഈ റൂട്ട് നോഡ്യൂളിൽ ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്ലാന്റിൽ കാണപ്പെടുന്ന ലെഗ് ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് കാണും. അങ്ങനെയുള്ള ലെഗ് ഹീമോഗ്ലോബിൻ്റെ പ്രസൻസിൽ ഇവിടെ അഥവാ ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും ആ ഓക്സിജൻ ലെഗ് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്ത് ആ ഓക്സിജൻ്റെ എഫക്റ്റ് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് അവിടെയുള്ള ഓക്സിജന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ലെഗ് ഹീമോഗ്ലോബിനുമായിട്ട് ടൈറ്റ്ലി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന റൂട്ട് നോഡ്യൂൾ, അതായത് സിംബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ കാണപ്പെടുന്ന റൂട്ട് നോഡ്യൂളിൽ അനൈറോബിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു ആര്? ലെഗ് ഹീമോഗ്ലോബിൻ. അങ്ങനെയുള്ള അനൈറോബിക് കണ്ടീഷൻ യൂട്ടിലൈസ് ചെയ്ത് ഈ പറയുന്ന സിംബയോട്ടിക് ബാക്ടീരിയ റൂട്ട് നോഡ്യൂളിൽ വെച്ച് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ ലെഗ് ഹീമോഗ്ലോബിന് ഒരു പിങ്ക് കളറാണ്. പലപ്പോഴും ഈ ലെഗൂമിനസ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതുപോലെ സിംബയോട്ടിക് അസോസിയേഷൻ, ബാക്ടീരിയ ആയിട്ട് സിംബയോട്ടിക് അസോസിയേഷനിൽ ഇൻവോൾവ് ആകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ലെഗൂമിനസ് പ്ലാന്റുകൾ. അപ്പോൾ ലെഗൂമിനസ് പ്ലാന്റുകളുടെ റൂട്ട് നോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പലപ്പോഴും ഒരു പിങ്ക് കളർ കാണാൻ പറ്റും. ആ പിങ്ക് കളർ മെയിനായിട്ടും ലെഗ് ഹീമോഗ്ലോബിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ലെഗ് ഹീമോഗ്ലോബിൻ്റെ കളറാണ് നമ്മൾ അവിടെ പിങ്ക് കളറിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു: ഫ്രീ ലിവിങ് ആൻഡ് സിംബയോട്ടിക് അസോസിയേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയ. രണ്ടുപേരും അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ N2-നെ ഇനീഷ്യലി NH3 ആക്കി പിന്നെ NH4 ആക്കി മാറ്റുന്നു. അങ്ങനെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രീ ലിവിങ്ങിനെ 3 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്: എയറോബിക്, ഫാക്കുൾട്ടേറ്റീവ് ആൻഡ് അനൈറോബിക്. അതുപോലെ സിംബയോട്ടിക് അസോസിയേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയ
പ്ലാന്റിൽ ഒരു റൂട്ട് നോഡ്യൂൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചറിലാണ് കാണുന്നത്. അവിടെ ലെഗ് ഹീമോഗ്ലോബിൻ്റെ പ്രസൻസ് കൊണ്ട് ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ജനറലി പറയാൻ പറ്റും ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടുന്ന ഒരു മിനിമം റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനൈറോബിക് കണ്ടീഷനാണ്. ഓക്സിജൻ്റെ ആബ്സൻസിൽ മാത്രമേ നൈട്രജൻ ഫിക്സേഷൻ നടക്കത്തുള്ളൂ. ഫ്രീ ലിവിങ് ആയിക്കോട്ടെ, സിംബയോട്ടിക് ആയിക്കോട്ടെ. നമ്മൾ ഇതുവരെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. എന്തൊക്കെയാണ് കണ്ടീഷൻ? അനൈറോബിക് കണ്ടീഷൻ വേണം, ഫ്രീ ലിവിങ് ആയിട്ടുള്ള ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്യും, അതുകൂടാതെ സിംബയോട്ടിക് അസോസിയേഷനിൽ വഴിയും നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നു. നമ്മുടെ ഇവിടെ ഒരു സിംബയോട്ടിക് അസോസിയേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗൂമിനസ് പ്ലാന്റുകളും റൈസോബിയം ബാക്ടീരിയ, അപ്പം റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയയും ലെഗൂമിനസ് പ്ലാന്റുകളും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ വഴിയുള്ള നൈട്രജൻ ഫിക്സേഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എങ്ങനെ ഈ പറയുന്ന ലെഗൂമിനസ് പ്ലാന്റുകളുടെ റൂട്ട് നോഡ്യൂളിൽ റൈസോബിയൽ ബാക്ടീരിയ കോളനൈസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു എങ്ങനെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡിങ് തന്നെ എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് സിംബയോസിസ് റിക്വയർസ് എക്സ്ചേഞ്ച് ഓഫ് സിഗ്നൽ. എസ്റ്റാബ്ലിഷിംഗ് സിംബയോസിസ് റിക്വയർസ് എക്സ്ചേഞ്ച് ഓഫ് സിഗ്നൽസ്. അപ്പോൾ എന്താണ് സിഗ്നൽ? ഇതിൽ രണ്ട് പേര് ഇൻവോൾവ് ആണ് അല്ലേ? ലെഗൂമിനസ് പ്ലാന്റും റൈസോബിയൽ സ്പീഷീസും അല്ലെങ്കിൽ ബാക്ടീരിയ തമ്മിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഈ കോളനൈസേഷന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന ലെഗൂമിനസ് പ്ലാന്റിനും അല്ലെങ്കിൽ റൈസോബിയൽ സ്പീഷീസിനും അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാൻ പറ്റും. കോളനൈസേഷൻ നിർബന്ധമൊന്നുമല്ല. അപ്പോൾ ഈ ബാക്ടീരിയയുടെ ആബ്സെൻസിലും ലെഗൂമിനസ് പ്ലാന്റ് സർവേ ചെയ്യും, ലെഗൂമിനസ് പ്ലാന്റിൻ്റെ ആബ്സെൻസിലും ബാക്ടീരിയ സർവേ ചെയ്യും. അപ്പോൾ ഫ്രീ ലിവിങ് ആയിട്ട് സോയിലിൽ വളരാൻ പറ്റും ബാക്ടീരിയയ്ക്ക്. അതല്ല, ലെഗൂമിനസ് പ്ലാന്റിൻ്റെ റൂട്ട് നോഡുകളിൽ കോളനൈസ് ചെയ്ത് സിംബയോട്ടിക് അസോസിയേഷനിൽ പോകാനും പറ്റും. അപ്പോൾ പലപ്പോഴും എപ്പോഴാണ് ഈ സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ കോളനൈസേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സോയിലിൽ നൈട്രജന് സ്കേഴ്സിറ്റി ഉണ്ടാകുമ്പോൾ പ്ലാന്റ് ചില സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. സിഗ്നൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സോയിലിലോട്ട് സെക്രേറ്റ് ചെയ്യുന്ന ചില സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ആ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് സിഗ്നലിംഗ് മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നു. അത് ഫ്രീ ലിവിങ് ആയിട്ടുള്ള റൈസോബിയൽ സ്പീഷീസ് അത് തിരിച്ചറിയുകയും സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടെന്ന് മറ്റു ചില ഫാക്ടേഴ്സ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ വഴി ഈ രണ്ട് സ്പീഷീസും കൂടെ ഇൻട്രാക്ട് ചെയ്ത് ബാക്ടീരിയൽ സ്പീഷീസ് ലെഗൂമിനസ് പ്ലാന്റിലെ റൂട്ട് നോഡ്യൂളിൽ കോളനൈസ് ചെയ്യുന്നു. അതാണ് അവർ പറഞ്ഞേക്കുന്നത് എസ്റ്റാബ്ലിഷിംഗ് സിംബയോസിസ് റിക്വയർസ് എക്സ്ചേഞ്ച് ഓഫ് സിഗ്നൽ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് സിഗ്നലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലാന്റിലും ബാക്ടീരിയയിലും എക്സ്പ്രസ് ആകുന്ന ചില ജീനുകളുടെ പ്രോഡക്റ്റാണ് സിഗ്നലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് സിഗ്നൽസ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ. അപ്പോൾ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലുകൾ അല്ലെങ്കിൽ ആ ജീനുകളെ കോമൺ ആയിട്ട് നോഡുലിൻ ജീൻസ് എന്നാണ് പറയുന്നത്. നോഡുലിൻ ജീൻസ്. അപ്പോൾ പ്ലാന്റ് ഈ സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാന്റിൽ എക്സ്പ്രസ് ആകുന്ന ജീനുകളെ ജനറലി പറയുന്നത് നോഡുലിൻ ജീൻസ് എന്നാണ്. ഇനി സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ റൈസോബിയൽ എക്സ്പ്രസ് ആകുന്ന ജീനുകളുടെ പേരാണ് നോഡുലേഷൻ ജീൻ. അപ്പം നോഡുലിൻ ജീൻ സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാന്റിൽ എക്സ്പ്രസ് ആകുന്ന പ്രോട്ടീനുകൾ അല്ലെങ്കിൽ ആ ജീനുകളുടെയാണ് നോഡുലിൻ ജീൻ എന്ന് പറയുന്നത്. നോഡുലേഷൻ ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ റൈസോബിയൽ സ്പീഷീസിൽ എക്സ്പ്രസ് ആകുന്ന ജീനുകൾ. അപ്പോൾ നോഡുലേഷൻ ജീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഈ നോഡുലേഷൻ ജീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ NOD എന്നാണ്. സ്മോൾ NOD, ശ്രദ്ധിക്കണം, സ്മോൾ NOD ആണ്. അപ്പോൾ ഇവിടെ കുറേ നോഡുലേഷൻ ജീനുകൾ കൊടുത്തേക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, റൈസോബിയൽ സ്പീഷീസിൽ അല്ലെങ്കിൽ ബാക്ടീരിയത്തിൽ എക്സ്പ്രസ് ആകുന്ന ജീനുകളാണ്, സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ജീനുകളാണ് നോഡുലേഷൻ ജീൻ. നോഡ് A, നോഡ് B, നോഡ് C, ഇത് മൂന്നും കോമൺ ആയിട്ടുള്ള ജീനുകളാണ്. കോമൺ നോഡുലേഷൻ ജീൻ. അപ്പോൾ എന്താണ് കോമൺ എന്നുണ്ടെങ്കിൽ എല്ലാ റൈസോബിയൽ സ്പീഷീസിലും ഈ മൂന്ന് ജീനുകൾ കാണാം. അതുകൊണ്ട് തന്നെ കോമൺ. അപ്പോൾ സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന
3 ജീനുകൾ നോട്ട് എ, നോട്ട് ബി, നോട്ട് സി എല്ലാ റൈസോബിയൽ സ്പീഷീസിലും കാണാൻ പറ്റും. അപ്പോൾ ഇനി നോക്കുക, നോട്ട് പി ക്യു എച്ച് ഓർ നോട്ട് ഇ എഫ് ഇ എൽ ഈ പറയുന്ന ജീനുകളൊക്കെ എല്ലാത്തിലും കാണത്തില്ല. അപ്പോൾ എന്താണെന്നറിയോ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില റൈസോബിയൽ സ്പീഷീസ് ചില പ്രത്യേക ലെഗുമിനസ് പ്ലാന്റിനെ കോളനൈസ് ചെയ്യത്തുള്ളൂ, മറ്റു ചില റൈസോബിയൽ സ്പീഷീസ് വേറെ ചില ലെഗുമിനസ് പ്ലാന്റിനെ കോളനൈസ് ചെയ്തു. അപ്പം അവർ ഒരു സ്പീഷീസ് സ്പെസിഫിക് ഇൻട്രാക്ഷനാണ്. ചില ഗ്രൂപ്പ് ഓഫ് റൈസോബിയൽ സ്പീഷീസുകൾ ഒരു ടൈപ്പ് ഓഫ് ലെഗുമിനസ് പ്ലാന്റിനെ, വേറെ ചില ഗ്രൂപ്പ് ഓഫ് റൈസോബിയൽ സ്പീഷീസുകൾ മറ്റൊരു ടൈപ്പ് ഓഫ്. അപ്പോൾ ഇവർ ഏത് റൈസോബിയൽ സ്പീഷീസും ആയിക്കോട്ടെ അവരിലെല്ലാം എ ബി സി എന്ന് പറയുന്ന ജീനുകൾ കോമൺ ആണ്. ഇത് സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടാണ്, അല്ലെങ്കിൽ ഇത് ആരെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റുമായിട്ടാണ് സിംബയോട്ടിക് അസോസിയേഷൻ, അതിൻ്റെ ബേസിലാണ് പി ക്യു എച്ച് എഫ് ഇ എൽ പോലെയുള്ള ജീനുകൾ എക്സ്പ്രസ് ആകുന്നത്. അതുകൂടാതെ മറ്റൊരു നോട്ട് ജീനുണ്ട്, നോട്ട് ഡി എന്ന് പറയുന്ന ജീൻ. ഈ ജീനും സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, പ്ലാന്റിൽ സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ജീനുകളാണ് നോഡുലേഷൻ ജീനുകൾ. റൈസോബിയയിൽ സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് നോഡുലേഷൻ. അപ്പോൾ ഇതെന്താണ്, പ്ലാന്റിൽ നോഡുലിൻ, റൈസോബിയയിൽ നോഡുലേഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, നോഡുലേഷൻ ജീനുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിനകത്ത് 3 പറയുന്ന കോമൺ നോഡുലേഷൻ ജീൻ എന്നാണ്. അതായത് ബാക്ടീരിയൽ എക്സ്പ്രസ് ആകുന്ന 3 പറയുന്ന പേര് കോമൺ നോഡുലേഷൻ. ഏതൊക്കെയാണ്, നോട്ട് എ, നോട്ട് ബി ആൻഡ് നോട്ട് സി. ഇനി അതുകൂടാതെ നോട്ട് പി ക്യു എച്ച്, നോട്ട് എഫ് ഇ എൽ എന്നൊക്കെ പറയുന്നത് ചില റൈസോബിയൽ സ്പീഷീസിൽ എക്സ്പ്രസ് ആകുന്നതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില റൈസോബിയൽ സ്പീഷീസ് ചില പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് ലെഗൂമിനസ് പ്ലാന്റുകളാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇത് ഉണ്ടാകാം, ഉണ്ടാകാണ്ടിരിക്കാം. ഇത് എയും ബിയും സിയും എല്ലാ റൈസോബിയൽ സ്പീഷീസിലും ഉണ്ട്. പിന്നെ എല്ലാ റൈസോബിയൽ സ്പീഷീസിലും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോഡുലേഷൻ ജീൻ്റെ പ്രോഡക്റ്റാണ് നോട്ട് ഡി എന്ന് പറയും. അപ്പം നോട്ട് ഡി അത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ എല്ലാ സമയത്തും ബാക്ടീരിയൽ സെല്ലിൽ കാണും, നോട്ട് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ഓരോന്നും പറ്റി പറയാം. ജനറലി എല്ലാ റൈസോബിയൽ സ്പീഷീസിലും ഉള്ള ജീനുകളാണ് എ, ബി ആൻഡ് സി. അപ്പോൾ ഇവിടെ ഈ എല്ലാ ജീനുകളുടെയും അപ്സ്ട്രീമിൽ ഒരു സീക്വൻസ് ഉണ്ട്, നോട്ട് ബോക്സ്. അപ്പോൾ എക്കുണ്ട്, ബിക്കുണ്ട് നോട്ട് ബോക്സ്, സിക്കുണ്ട് നോട്ട് ബോക്സ് എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടർ എലമെൻ്റ് ഉണ്ട്, നോട്ട് ബോക്സ്. എക്കും ബിക്കും സിക്കല്ല, പിക്കും ക്യൂനും എച്ചിനും എഫിനും ഇനും എല്ലിനും എല്ലാം ഈ പറയുന്ന നോട്ട് ബോക്സ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അപ്പോൾ ആ നോട്ട് ബോക്സിൽ പോയിട്ട് നോട്ട് ഡിയുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. നോട്ട് ഡിയുടെ പ്രോഡക്റ്റ്, അപ്പോൾ ഡിയുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജീനുകൾ എല്ലാം എക്സ്പ്രസ് ആകുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നോട്ട് ഡി ബാക്ടീരിയൽ സ്പീഷീസിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് എക്സ്പ്രസ് ആകുന്നു. അപ്പോൾ എല്ലാ സമയത്തും നോട്ട് ഡി എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന നോട്ട് ഡി പ്രോട്ടീൻ എല്ലാ സമയത്തും കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രഷൻ ആണെങ്കിൽ പോലും അത് ആക്റ്റീവ് ഫോം ഓഫ് പ്രോട്ടീൻ അല്ല. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒരു ഫാക്ടറാണ് ഐസോഫ്ലാവിനോയിഡ് എന്ന് പറഞ്ഞെങ്കിൽ പ്ലാന്റ് നൈട്രജൻ്റെ സ്കേഴ്സിറ്റി ഉള്ളപ്പോൾ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഐസോഫ്ലാവിനോയിഡ് സോയിലിലോട്ട് വരുന്നു. ഈ സോയിലിലെത്തിയ ഐസോഫ്ലാവിനോയിഡ് ബാക്ടീരിയൽ സെല്ലിൻ്റെ എക്സ്റ്റീരിയറിൽ പോയിട്ട് ഈ പറയുന്ന ബാക്ടീരിയൽ സെല്ലിൻ്റെ സർഫസിലുള്ള റെസപ്റ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു ഐസോഫ്ലാവിനോയിഡ്. ഇതെന്തിന് കാരണമാകുന്നു, കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് എക്സ്പ്രസ് ആയിരിക്കുന്ന നോട്ട് ഡി ജീൻ്റെ പ്രോട്ടീൻ എല്ലായ്പ്പോഴും ഉണ്ട്. പക്ഷേ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്, ഐസോഫ്ലാവിനോയിഡാണ്. ഈ ആക്റ്റീവ് ഫോം ഓഫ് നോട്ട് ഡി പോയിട്ട് നോട്ട് എ, നോട്ട് ബി, നോട്ട് സി, അതുകൂടാതെ പി ക്യു എച്ച് ഇങ്ങനെയുള്ള മറ്റ് എല്ലാ നോട്ട് ജീനുകളുടെയും കോമൺ ആക്ടിവേറ്ററായിട്ട് നോട്ട് ഡി ആക്ട് ചെയ്യും. ഈ നോട്ട് ജീനുകളുടെ ഇവരുടെ ആക്ടിവേഷൻ ചില സിഗ്നലിംഗ് മോളിക്യൂളിൻ്റെ പ്രൊഡക്ഷന് കാരണമാകുന്നു. ഈ സിഗ്നലിംഗ് മോളിക്യൂള് പ്ലാന്റിൻ്റെ റൂട്ടിനെ കോളനൈസ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മുഴുവൻ കാര്യങ്ങൾ നോക്കാം. പ്ലാന്റിലെ ചില ജീനുകളുണ്ട്, സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്ത ജീനുകളാണ് നോഡുലേഷൻ ജീൻ. നോഡുലിൻ ജീൻ. ഇനി റൈസോബിയയിൽ
സിംബയോട്ടിക് അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്ത ജീനാണ് നോഡുലേഷൻ ജീൻ. നോഡുലേഷൻ ജീനുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്, എന്നാലും എല്ലാ റൈസോബിയൽ സ്പീഷീസും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് നോഡ് എ, നോഡ് ബി ആൻഡ് നോഡ് സി ആണ്. അതുകൂടാതെ നോഡ് പി, ക്യു ആൻഡ് എച്ച്, നോഡ് എഫ്, ഇ ആൻഡ് എൽ എന്ന് പറയുന്ന നോഡുലേഷൻ ജീനുകളും ബാക്ടീരിയയിൽ കാണുന്നു. ഇത് എല്ലാ ബാക്ടീരിയൽ സ്പീഷീസിലും കാണാൻ നിർബന്ധമില്ല. ഇത് ഓരോ സ്ട്രെയിൻ അല്ലെങ്കിൽ ഓരോ സ്പീഷീസ് ഓഫ് റൈസോബിയത്തിനനുസരിച്ചിരിക്കും അത് ഏതിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു. അപ്പം ഈ പറയുന്ന ഏത് പ്ലാന്റിനെയാണോ ഇൻഫെക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ഈ പറയുന്ന ജീനുകൾ ഉണ്ടാകാം, ഉണ്ടാകാണ്ടിരിക്കാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹോസ്റ്റ് സ്പെസിഫിസിറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന പ്ലാന്റിനെ ആണ് കോളനൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ സ്പെസിഫിറ്റി കൊടുക്കുന്ന ജീനുകളാണ് പി, ക്യു, എച്ച്, എഫ്, ഇ, എൽ എന്നുള്ളത്. എയും ബിയും സിയും എല്ലാ റൈസോബിയൽ സ്പീഷീസും എക്സ്പ്രസ് ആകുന്നു. അതുകൂടാതെ എല്ലാ റൈസോബിയൽ സ്പീഷീസിലും എല്ലാ സമയത്തും എക്സ്പ്രസ് ആകുന്ന, അപ്പോൾ പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്ന, പ്രോട്ടീനായിട്ട് നിൽക്കുന്ന ഒരു ജീൻ്റെ പ്രോഡക്റ്റാണ് നോഡ് ഡി. അതാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് കോളനൈസേഷൻ നോക്കാം. പ്ലാന്റ് നൈട്രജൻ്റെ സ്കേഴ്സിറ്റിയുടെ സമയത്ത് ചില കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്നു, ഐസോഫ്ലാവിനോയിഡ്സ് സോയിലോട്ട് റിലീസ് ചെയ്യുന്നു. ബാക്ടീരിയൽ സെൽ സർഫസിലുള്ള ചില റിസപ്റ്ററുമായിട്ട് ഐസോഫ്ലാവിനോയിഡ്സ് ഇൻട്രാക്ട് ചെയ്യുന്നു. ഈ റിസപ്റ്റർ മീഡിയേറ്റഡ് മാനറിൽ എപ്പോഴും എക്സ്പ്രസ് ആയിരിക്കുന്ന ഡി ഈസ് ആക്ടിവേറ്റഡ്. ആക്റ്റീവ് ഫോം ഓഫ് ഡി നോട്ട് ബോക്സിൽ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ ജീനുകളുടെയും അപ്സ്ട്രീമിൽ നോട്ട് ബോക്സ് ഉണ്ട്. അവിടെ പോയിട്ട് എല്ലാ ജീനുകളെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ജീനുകളുടെ കോപ്പറേറ്റീവ് എഫക്റ്റ് കൊണ്ട് പ്ലാന്റിൽ ചില കെമിക്കൽസ് ഉണ്ടാകുന്നു. ഈ കെമിക്കൽ ഡിപ്പെൻഡൻറ്റ് മാനറിൽ പ്ലാന്റിൽ പോയിട്ട് ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ആകുന്നു. എന്താണ് ആ കെമിക്കൽ എന്നുള്ളതൊക്കെ ബാക്കി വരും. നിങ്ങൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഈ എക്സ്ചേഞ്ച് ഓഫ് സിഗ്നൽ ബിറ്റ്വീൻ പ്ലാൻ അല്ലെങ്കിൽ ലെഗൂമിനസ് പ്ലാൻ ആൻഡ് റൈസോബിയൽ സ്പീഷീസ് ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ്റെ ലെഗൂമിനസ് പ്ലാന്റും റൈസോബിയൽ സ്പീഷീസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ നോഡുലിൻ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അസോസിയേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫാക്ടർ, നോഡുലേഷൻ ജീൻ്റെ പ്രോഡക്റ്റുകൾ ബാക്ടീരിയയിൽ എക്സ്പ്രസ് ആകുന്ന ഫാക്ടേഴ്സ്. അപ്പം നോഡുലേഷൻ ഫാക്ടർ എ, ബി, സി, പി, ക്യു, എച്ച്, എഫ്, ഇ, എൽ, പിന്നെ നോഡ് ഡി പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. എ, ബി, സി ആണ് കോമൺ ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ ഈ ജീനുകളുടെ എല്ലാം കോപ്പറേറ്റീവ് എഫക്റ്റ് കൊണ്ട്, മൊത്തത്തിലുള്ള അവരുടെ ഒരു എഫക്റ്റ് കൊണ്ട് ബാക്ടീരിയയിൽ ഒരു ഫാക്ടർ ഉണ്ടാകുന്നു. അതിന് പറയുന്ന പേരാണ് നോഡ് ഫാക്ടർ. അപ്പോൾ നോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലിപ്പോകൈറ്റിൻ ഒളിഗോസാക്രൈഡ്. അപ്പോൾ ഇത് ഈ സ്ട്രക്ചർ ഇതൊരു സിംഗിൾ കൈറ്റിൻ യൂണിറ്റ് ആണ്. ഷുഗറാണ്, ബേസിക്കലി ഷുഗറാണ്. അപ്പം ഒരു സിംഗിൾ കൈറ്റിൻ യൂണിറ്റാണ്. അങ്ങനെയുള്ള ലിപ്പോകൈറ്റിൻ ഒളിഗോസാക്രൈഡ് ഇതുപോലുള്ള ഒരുപാട് കൈറ്റിൻ മോളിക്യൂളുകളുള്ളത്. അപ്പോൾ ഒളിഗോസാക്രൈഡ് ഒന്നിൽ കൂടുതൽ എന്താണ് കൈറ്റിൻ സബ് യൂണിറ്റ്. അതാണ് നോക്കുക. ഇവിടെ കൈറ്റിൻ ഇവിടെ എന്ന് കൊടുത്തിട്ടുണ്ട്, എൻ നമ്പർ. ഇവിടെ എത്ര വേണമെങ്കിലും ആകാം. എത്ര വേണമെന്നുണ്ടെങ്കിൽ ശരിയാണ് ഒരു ഷോർട്ട് സ്ട്രെച്ച് ഒരു 3 to 6 കൈറ്റിൻ യൂണിറ്റ് ഉള്ള ലിപ്പോകൈറ്റിൻ ഒളിഗോസാക്രൈഡ് ആണ് ബേസിക്കലി ഈ നോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലിപ്പോകൈറ്റിൻ, ഇതിനകത്ത് ഇവിടെ എന്താണ് ഒരു ഫാറ്റി ആസിഡും കൂടെ അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ലിപ്പോകൈറ്റിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം. ശരി, ആക്ച്വലി നമുക്ക് മുഴുവൻ കാര്യം ഒന്നുകൂടെ നോക്കാം. പ്ലാന്റ് നൈട്രജൻ സ്കേർസിറ്റിയുടെ സമയത്ത് ചില കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെക്കൻഡറി മെറ്റബോളിറ്റ് സെക്രീറ്റ് ചെയ്യുന്നു. ഇത് ബാക്ടീരിയൽ സർഫസിൽ പോയിട്ട് ഇത് ബൈൻഡ് ചെയ്യുന്നു. ബാക്ടീരിയയിൽ എപ്പോഴും എക്സ്പ്രസ് ആയിരിക്കുന്ന നോഡ് ഡി എന്ന് പറയുന്ന പ്രോട്ടീനെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നു. നോഡ് ഡി മറ്റു നോഡുലേഷൻ ജീനുകളുടെ പ്രൊമോട്ടറിലുള്ള നോഡ് ബോക്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് കുറേ ജീനുകൾ എക്സ്പ്രസ് ആകുന്നു. ആ ജീനുകളുടെ മുഴുവൻ ഒരു കോപ്പറേറ്റീവ് എഫക്റ്റ് കൊണ്ട് ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ഒരു ഫാക്ടറാണ് നോഡ് ഫാക്ടർ. ആ നോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ലിപ്പോകൈറ്റിൻ ഒളിഗോസാക്രൈഡ് ആണ്. ഇതാണ് കൈറ്റിൻ സബ് യൂണിറ്റ്. ഇത് ഒരു എൻഡ്, ഇത് മറ്റേ എൻഡ്, ഇടയ്ക്ക് ഒരുപാട് നമ്പർ ഓഫ് കൈറ്റിൻസ്. അതുകൂടാതെ ഇവിടെ ഒരു ഫാറ്റി ആസിഡും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ലിപ്പോകൈറ്റിൻ ഫാറ്റി ആസിഡ് ആയിട്ടുള്ള നോഡ് ഫാക്ടർ ബാക്ടീരിയയിൽ എക്സ്പ്രസ് ആകുന്നു. എങ്ങനെ? നോഡ് ജീനുകളുടെ ആക്ടിവേഷൻ്റെ ഫലമായിട്ട്, അവരുടെ കോപ്പറേറ്റീവ് എഫക്റ്റിൻ്റെ ഫലമായിട്ട്. ബാക്ടീരിയയിൽ ഒരുപാട് നോഡ് ജീനുണ്ട്, അവരുടെ എല്ലാവരുടെയും കൂടെ കോപ്പറേറ്റ്. അപ്പോൾ എങ്ങനെയാണ് നോഡ് ജീൻ ആക്റ്റീവ് ആയത്? നോഡ് ഡി ആക്റ്റീവ് ആയതുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് എന്തുകൊണ്ട് നോഡ് ഡി ആക്റ്റീവായി?
പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത സെക്കൻഡറി മെറ്റബോളൈറ്റ് നൈട്രസ് സ്കേഴ്സിറ്റി സമയത്ത് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത സെക്കൻഡറി മെറ്റബോളൈറ്റ് ബാക്ടീരിയൽ സെല്ലിൻ്റെ സർഫസിൽ പോയിട്ട് ബൈൻഡ് ചെയ്തു. അപ്പോൾ നോട്ട് ഫാക്ടർ ബാക്ടീരിയയിൽ എക്സ്പ്രസ് ആയി. ഈ നോട്ട് ഫാക്ടർ ആണ് ആക്ച്വലി പ്ലാന്റിൻ്റെയുള്ള കോളനൈസേഷന് അല്ലെങ്കിൽ റൈസോബിയൽ സ്പീഷീസിന് പ്ലാന്റിൽ കോളനൈസ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഈ നോട്ട് ഫാക്ടറാണ്. പക്ഷേ നോട്ട് ഫാക്ടർ എക്സ്പ്രസ് ആകണമെങ്കിൽ പ്ലാന്റ് ചില സിഗ്നൽ മോളിക്യൂൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നോട്ട് എ, നോട്ട് ബി, നോട്ട് സി ജീനുകൾ കോമൺ നോട്ട് ജീനാന്ന് നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞായിരുന്നു. നോട്ട് എ അസൈൽ ട്രാൻസ്ഫറേസ് ആണ്. അസൈൽ ട്രാൻസ്ഫറേസ് നോക്കുക, ഇവിടെ ഒരു ഫാറ്റി ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫാറ്റി ആസിഡ് ആഡ് ചെയ്ത എന്നാൽ മാത്രമേ ഈ നോട്ട് ഫാക്ടർ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് ചെയ്തത് നോട്ട് എ ആണ്. അത് കോമൺ ആയിട്ടുള്ള നോട്ട് എ, അസൈൽ ട്രാൻസ്ഫറേസ്. ഇനി നോക്കുക, നോട്ട് ബി കൈറ്റിൻ ഡി അസറ്റൈൽ. നോക്കുക, ഇവിടെ എല്ലാം അസറ്റൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ എല്ലാം അസറ്റൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടുത്തെ അസറ്റൈൽ ഗ്രൂപ്പ് റിമൂവ് ചെയ്തിട്ടാണ് ഈ ഫാറ്റി ആസിഡ് ആഡ് ചെയ്തത്. അപ്പോൾ നോട്ട് ബി എന്താ ചെയ്തത്? ഈ കൈറ്റിൻ ഡി അസറ്റൈലേസ് ആണ്. അപ്പോൾ ഈ പറയുന്ന അസറ്റൈൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, കൈറ്റിൻ ബേസിക്കലി. അപ്പോൾ ഇതിനെന്താണ്, ഒരു കൈറ്റിൻ്റെ ഈ എക്സ്ട്രീം എൻഡുള്ള കൈറ്റിൻ്റെ അസറ്റൈൽ ഗ്രൂപ്പ് റിമൂവ് ചെയ്യുന്നു. അതാരാ ചെയ്യുന്നത്? നോട്ട് ബി. അവിടെ ഫാറ്റി ആസിഡ് ആരാ ആഡ് ചെയ്തത്? നോട്ട് എ. ഫാറ്റി ആസിഡ് ആഡ് ചെയ്തു. അപ്പോൾ ഈ നോട്ട് എയും നോട്ട് ബിയും എന്തായാലും വേണം. അതുകൂടാതെ നോട്ട് സി എന്താണ്? കൈറ്റിൻ ഒളിഗോസാക്രൈഡ് സിന്തറ്റേസ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൈറ്റിനുകളുടെ ഇടയിലുള്ള ബോണ്ട് ഫോർമേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് നോട്ട് സി. ഇപ്പോൾ ഇവരുടെ 3 പേരുടെയും കോപ്പറേറ്റീവ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള നോട്ട് ഫാക്ടറിൻ്റെ ആ സ്ട്രക്ചർ ഉണ്ടാകത്തുള്ളൂ. ഇവർ തമ്മിൽ പോളിമറൈസ് ആകണം. ഇവിടെ അസറ്റൈൽ ഗ്രൂപ്പ് റിമൂവ് ചെയ്യണം. ഇവിടെ ഫാറ്റി ആസിഡ് ആഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. എ എന്താ ചെയ്യുന്നത്? നോട്ട് എ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. ബി എന്താണ്? കൈറ്റിൻ ഡി അസറ്റൈലേസ്. ഇതുപോലുള്ള ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, റിമൂവ് ചെയ്തു, ഡി അസറ്റൈലേസ്. സി എന്താണ്? ഇവരുടെ ഇടയിലുള്ള ബോണ്ട് ഫോർമേഷൻ. ഇതാണ് എയുടെയും ബിയുടെയും സിയുടെയും ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടായി. പിന്നെ പലപ്പോഴും ഇയും എഫും ഒക്കെ പലപ്പോഴും ഈ ഫാറ്റി ആസിഡിൻ്റെ ലെങ്ത്, അതിൻ്റെ സാച്ചുറേഷൻ, ഈ ലെങ്തും സാച്ചുറേഷനും ഒക്കെയാണ് സ്പെസിഫിസിറ്റി കൊടുക്കുന്നത്. ഏത് ഹോസ്റ്റിലാണ് ബോണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇ, എഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? സ്പെസിഫിസിറ്റി ഫാക്ടറാണ് അത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ നോട്ട് ഫാക്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, പ്ലാന്റ് ഒരു ഐസോഫ്ലാവനോയിഡ് പോലുള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നൈട്രസ് സ്കേഴ്സിറ്റിയുടെ സമയത്ത് സെക്രീറ്റ് ചെയ്തു. അത് റൈസോബിയത്തിൽ എപ്പോഴും എക്സ്പ്രസ് ആയി നിൽക്കുന്ന, കോൺസ്റ്റിറ്റ്യൂട്ടീവ് എക്സ്പ്രസ് ആയിരിക്കുന്ന നോട്ട് ഡീനെ ആക്ടിവേറ്റ് ചെയ്തു. പക്ഷേ ആക്റ്റീവ് അല്ലായിരുന്നു. എപ്പോഴും ഉണ്ട്, പക്ഷേ ആക്റ്റീവ് അല്ലായിരുന്നു. പ്ലാന്റ് ഡിപ്പെൻഡൻറ്റ് മാനറിൽ ഡി ആക്റ്റീവായി. നോട്ട് ഡി പോയിട്ട് മറ്റു നോട്ട് ഫാക്ടറുകളെ ആക്ടിവേറ്റ് ചെയ്തു. നോട്ട് എ, നോട്ട് ബി, നോട്ട് സി, പി, ക്യു, എച്ച്, എഫ്, ഇ, എൽ ഇതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്തു. അവരുടെ എല്ലാം കോപ്പറേറ്റീവ് എഫക്റ്റ് കൊണ്ട് നോട്ട് ഫാക്ടർ ഉണ്ടായി. ഈ നോട്ട് ഫാക്ടറാണ് ബാക്ടീരിയനെ പ്ലാന്റിൽ കോളനൈസ് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഈ നോട്ട് ഫാക്ടർ പ്ലാന്റിൻ്റെ റൂട്ട് സെല്ലിലുള്ള ഒരു റിസപ്റ്റർ ഉണ്ട്, ലെക്റ്റിൻ ലൈസ് എം റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു റിസപ്റ്ററിൽ പോയിട്ട് ഈ നോട്ട് ഫാക്ടർ ബൈൻഡ് ചെയ്യും. ഇപ്പോൾ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്ത നോട്ട് ഫാക്ടർ പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ സർഫസിലുള്ള സെല്ലിൻ്റെ സർഫസിലുള്ള റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഈ ബൈൻഡിങ് റൂട്ട് സെല്ലുകളിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചിന് കാരണമാകുന്നു. ഈ കെമിക്കൽ ചേഞ്ചുകളാണ് ഈ റൈസോബിയൽ സ്പീഷീസിൻ്റെ ഇൻറ്റേർണലൈസേഷന് കാരണമാകുന്നത്. അപ്പോൾ കെമിക്കൽ ചേഞ്ചുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എല്ലാ കേസിലും ഒബ്സർവ് ചെയ്തേക്കുന്ന ഒരു കാര്യം കാൽസ്യം ഓസിലേഷനാണ്. കാൽസ്യം ഓസിലേഷൻ ഉണ്ടെങ്കിൽ ലോക്കലി കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക, കുറയുക, ഇങ്ങനെയുള്ളൊരു കാര്യമാണ് പ്ലാന്റിൻ്റെ റൂട്ട് സെല്ലിൽ നടക്കുന്നത്. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ടോട്ടലി നോക്കാം. നൈട്രജൻ സ്കേഴ്സിറ്റിയുടെ കേസിൽ പ്ലാന്റ് ചില സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് റിലീസ് ചെയ്യുന്നു. അങ്ങനെ റിലീസ് ചെയ്ത സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് റൈസോബിയൽ സ്പീഷീസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽ സർഫസിൽ പോയിട്ട് ബാക്ടീരിയൽ സെല്ലിനകത്ത് കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് എക്സ്പ്രസ് ആയിരിക്കുന്ന നോട്ട് ജീനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എപ്പോഴും ഉണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ നോട്ട് ജീൻ മറ്റ് നോട്ട് ജീനുകളെ എല്ലാവരെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ നോട്ട് ജീനുകളുടെ കോപ്പറേറ്റീവ് എഫക്റ്റ് കൊണ്ട് നോട്ട് ഫാക്ടർ ഉണ്ടാകുന്നു. ഈ നോട്ട് ഫാക്ടർ, ബാക്ടീരിയ ഉണ്ടായ നോട്ട് ഫാക്ടർ പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ സെല്ലുകളുടെ സർഫസിലുള്ള റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യിക്കുന്നു. ഈ റൂട്ട് സെല്ലിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചുകളുടെ കാരണമാകുന്നു. അതുപോലെ കാൽസ്യം ഓസിലേഷന് കാരണമാകുന്നു. ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ബാക്ടീരിയ ഇൻറ്റേർണലൈസ് ചെയ്യുന്നു. ബാക്ടീരിയ പ്ലാന്റിൻ്റെ റൂട്ട് സെല്ലിൽ കോളനൈസ് ചെയ്യുന്നു, റൂട്ട് നോഡുകൾ ഉണ്ടാക്കുന്നു. അവിടെ വെച്ച് നൈട്രജൻ ഫിക്സിങ് നടക്കുന്നു. ഇതാണ് പറയാനുള്ളത്.
ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കണ്ടേക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്ലാന്റ് റിലീസ് ചെയ്യുന്ന കെമിക്കലിൻ്റെ എഫക്റ്റ് കൊണ്ട് നോഡുലേഷൻ ജീനുകൾ ആക്റ്റീവ് ആകുന്നു. ആ നോഡുലേഷൻ ജീനിൻ്റെ കോപ്പറേറ്റീവ് എഫക്റ്റ് കൊണ്ട് നോട്ട് ഫാക്ടർ ബാക്ടീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇത് ആണ് റൂട്ട് ഹെയർ സെല്ല്. റൂട്ടിൻ്റെ സർഫസിൽ റൂട്ട് ഹെയർ സെല്ലിൽ പോയിട്ട് ബാക്ടീരിയ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ റൈസോബിയൽ ബാക്ടീരിയ ബൈൻഡ് ചെയ്യുമ്പോൾ ആ നോട്ട് ഫാക്ടർ ഈ റൂട്ട് ഹെയറിലുള്ള റെസപ്റ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ആ റെസപ്റ്ററുമായിട്ട് നോട്ട് ഫാക്ടർ ഇൻട്രാക്ട് ചെയ്യുന്നത് വഴി ഒരുപാട് ചേഞ്ചുകൾ റൂട്ട് ഹെയർ സെല്ലിനകത്ത് നടക്കുന്നു. നമ്മൾ പറഞ്ഞു കാൽസ്യം ഓസിലേഷൻ, അതുപോലെ ഒരുപാട് ചേഞ്ചുകൾ നടക്കുന്നു. അങ്ങനെ ചേഞ്ച് നടക്കുമ്പോൾ ഈ റൂട്ട് ഹെയറിൻ്റെ ടിപ്പ് ഈ ഡയഗ്രത്തിൽ ഇവിടെ റൂട്ട് ഹെയറിൻ്റെ ടിപ്പ് ഇങ്ങനെ കേളുകയും അപ്പം ഈ ഗ്രൂപ്പ് ഓഫ് ഇത്രയും ബാക്ടീരിയ ഇതിനകത്ത് ഇൻറ്റേർണലൈസ് ചെയ്യും. ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് ഇവിടുത്തെ സെൽ വാൾ ലൈസിസ് വഴി ബാക്ടീരിയം അകത്തേക്ക് കയറുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ഗോൾജി ഡിറൈവ്ഡ് വെസിക്കിളിൻ്റെ ഫ്യൂഷൻ വഴി ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഉണ്ടാകുന്നു. ആ ഇൻഫെക്ഷൻ ത്രെഡിലൂടെ ബാക്ടീരിയം റൂട്ട് ഹെയറിനകത്ത് ചെല്ലുന്നു. അതിനുശേഷം മറ്റ് സെല്ലുകളുടെ ഒക്കെ സെൽ വാൾ അല്ലെങ്കിൽ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്തിട്ട് അത് കൂടുതൽ ഏരിയയിലോട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ ഈ ബാക്ടീരിയ റൂട്ട് സെല്ലുകളിൽ കോളനൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇൻഫെക്ഷനെ പറ്റി പറയാനുള്ളത്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷന് നടത്തുന്ന എൻസൈം നൈട്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇതിൻ്റെ എക്സാക്ട് മെക്കാനിസം എന്ത് സംഭവിക്കുന്നുള്ളതൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. കാരണം ഇപ്പോഴും ഈ എൻസൈമിൻ്റെ ആക്ച്വൽ ഒരു മോഡ് ഓഫ് ആക്ഷൻ, അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ഈ എൻസൈം എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരായിട്ടില്ല. എങ്കിലും ഓവറോൾ റിയാക്ഷൻ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ്റെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ N2 എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂൾ, ഒരു N ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ള നൈട്രജൻ ഈസ് കൺവേർട്ടഡ് ടു 2NH3 അമോണിയ. ഈ അമോണിയ NH3 ആണ്. പക്ഷേ പ്ലാന്റിൻ്റെ ബയോളജിക്കൽ pHൽ NH3 NH4 ആയിട്ട് മാറും. പിന്നെ അത് ഈ പറയുന്ന അമിനോ ആസിഡിൻ്റെ സൈഡ് ചെയിനായിട്ട് കൺവേർട്ട് ആകും. അപ്പം N2 ഈസ് കൺവേർട്ടഡ് ടു NH3. അപ്പോൾ ഈ N2 കൂടാതെ ഇവിടെ 2NH3 എന്ന് പറയുമ്പോൾ ടോട്ടൽ 6 പ്രോട്ടോൺ വേണ്ടി വരും. 6H+ വേണം. ഒരു NH3ക്ക് ഒരു NH3ക്ക് 3 എണ്ണം, അങ്ങനെ 2 എണ്ണം ഉണ്ടാകുന്നുണ്ട്. അപ്പം 6 പ്രോട്ടോൺ വേണ്ടി വരും. നമുക്ക് ഇവിടെ 8 പ്രോട്ടോൺ കൊടുത്തിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞോളാം. 8 ഇലക്ട്രോണും ഓരോ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാൻ ഓരോ, അപ്പോൾ 6 ഇലക്ട്രോണുകളും, അതായത് ഒരു NH3 ഉണ്ടാകുമ്പോൾ 3 ഇലക്ട്രോണുകളും 3 പ്രോട്ടോണുകളും അത് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ N2-വിൽ നിന്നും 2 NH3 ഉണ്ടാകാൻ 6 ഇലക്ട്രോണുകളും 6 പ്രോട്ടോണുകളും 6 യൂട്ടിലൈസ് ചെയ്യുന്നു. മിച്ചമുള്ള 2 ഹൈഡ്രജൻ മിച്ചമുണ്ട്, 2 ഇലക്ട്രോൺ, അത് H2-ൻ്റെ ഫോർമേഷൻ, H2 ഉണ്ടാകുന്നു. ഈ പ്രോസസ്സിൽ 16 ATP കൺസ്യൂം ചെയ്യപ്പെടുന്നു. 16 ATP. അപ്പോൾ ഒരുപാട് എനർജി റിക്വയറിംഗ് ആണ്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കാനുള്ളത്. N2 എന്ന് പറയുന്ന ബയോളജിക്കൽ നൈട്രജൻ മോളിക്യൂൾ 2NH3 ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 8 ഇലക്ട്രോണുകളും 8 പ്രോട്ടോണുകളും ഓവറോൾ റിയാക്ഷനിലുണ്ട്. പക്ഷേ 6 പ്രോട്ടോണുകളും 6 ഇലക്ട്രോണുകളെ 2 NH3 ഫോർമേഷൻ ഉപയോഗിക്കുന്നുള്ളൂ. 2 H2, 16 ADP ആൻഡ് 16 ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ഇതാണ് ഓവറോൾ റിയാക്ഷൻ. ഈ കാര്യം ചെയ്യുന്ന നൈട്രോജനേസ് എൻസൈമിനെ 2 കമ്പോണൻ്റ് ആയിട്ട് തിരിക്കാം. Fe പ്രോട്ടീൻ ആൻഡ് MFO പ്രോട്ടീൻ. Fe പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ആ Fe പ്രോട്ടീനുള്ളിൽ തന്നെ 2 സബ് യൂണിറ്റ് ഉണ്ട്. ഓരോ സബ് യൂണിറ്റിലും അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. FeS അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത സബ് യൂണിറ്റ് എന്ന് പറയുന്നത് MOFE പ്രോട്ടീൻ. MOFE പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മോളിബിഡിനം അയൺ സൾഫർ. MOFE പ്രോട്ടീൻ 4 സബ് യൂണിറ്റ് ഉണ്ട്. 4ലും മോളിബിഡിനം അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിനെ 2 സബ് യൂണിറ്റ് ആയിട്ട് തിരിയാം. Fe പ്രോട്ടീൻ, MOFE പ്രോട്ടീൻ. Fe പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ 2 സബ് യൂണിറ്റുകളുണ്ട്. 2 സബ് യൂണിറ്റുകളിലും Fe അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇനി MOFE പ്രോട്ടീൻ എന്ന് പറയുന്നത് 4 സബ് യൂണിറ്റ് ഉണ്ട്. ആ 4 സബ് യൂണിറ്റിലും MOFES
മോളിബിഡിനും അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടെ കൂടുന്നതാണ് നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈം. നൈട്രോജനേസ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക, ഈ ഇലക്ട്രോൺ 8 ഇലക്ട്രോൺ ഇല്ലേ, ഈ ഇലക്ട്രോൺ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫെറിഡോക്സിൻ്റെ കയ്യിൽ നിന്നും ഇലക്ട്രോൺ ഏതാണ് Fe പ്രോട്ടീൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫെറിഡോക്സിൻ ഓക്സിഡൈസ്ഡ് ആകുന്നു, റെഡ്യൂസ്ഡ് ഫെറിഡോക്സിൻ ഓക്സിഡൈസ്ഡ് ആകുന്നു, അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് റെഡ്യൂസ്ഡ് ആകുന്നു, അങ്ങോട്ട് കൊടുക്കുമ്പോൾ വീണ്ടും ഓക്സിഡൈസ്ഡ് ആകുന്നു. ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ഫൈനലി N2 കിട്ടുന്നു. N2 ഇലക്ട്രോൺ കിട്ടുന്നു. N2 എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആകുന്നു. 8H+ എന്താണ് 2NH3H2 ഉണ്ടാകുന്നു. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ഇതിനകത്ത് എക്സാക്ട്ലി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. പറയുകയാണെങ്കിൽ ഫെറിഡോക്സിൻ്റെ ഇലക്ട്രോൺ ഉപയോഗിച്ച് N2 ഈസ് എന്താണ് കൺവേർട്ടഡ് ടു 2NH3 റിലീസിങ് H2. ഇതാണ് ആക്ച്വലി ഓവറോൾ നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇത് എക്സാക്ട്ലി എന്ത് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ള കാര്യമൊന്നും വലിയ കാര്യമായിട്ട് ഇപ്പോഴും സ്റ്റിൽ ഈ നൈട്രോജനേസ് എൻസൈമിനെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ പറയുന്നു ഇവിടെ overall reaction N2 is converted to 2NH3 consuming 16 molecules of ATP. ഇത്ര പറയാനുള്ളൂ. അതിനകത്തപ്പോൾ ഈ നൈട്രോജനേസ് എൻസൈമിനെ 2 സബ് യൂണിറ്റ് ആയിട്ടിരിക്കാം, Fe പ്രോട്ടീൻ, MOFE പ്രോട്ടീൻ. Fe പ്രോട്ടീന് 2 സബ് യൂണിറ്റ് ഉണ്ട്, 2ലും അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. MOFE പ്രോട്ടീന് 4 സബ് യൂണിറ്റ് ഉണ്ട്, 4ലും മോളിബിഡിനും അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് നൈട്രോജനേസ് എൻസൈം. നൈട്രോജനേസ് എൻസൈം ഫെറിഡോക്സിൻ്റെ ഇലക്ട്രോൺ വാങ്ങി ഇങ്ങനെയുള്ള ഇതിൽ രണ്ടിലൂടെയും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് ഫൈനലി ഒരുപാട് ഇലക്ട്രോൺ കാരിയേഴ്സ് ഇതിനകത്തുണ്ട്. അതിലൂടെ ഇത് ഫൈനലി ആർക്ക് കൊടുക്കുന്നു? N2 കൊടുക്കുന്നു. N2 ഈസ് കൺവേർട്ടഡ് ടു 2NH3. അപ്പോൾ എവിടെ നിന്നാണ് ഇലക്ട്രോൺ കിട്ടിയത്? ഫെറിഡോക്സിൽ നിന്നാണ്. H+ ഉപയോഗിച്ച് ഇതിനെ N2 NH3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ഈ സബ് യൂണിറ്റ് Fe പ്രോട്ടീനെ MOFE പ്രോട്ടീനെ പെർമനൻ്റ് ആയിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഓക്സിജനുണ്ട്. അതുകൊണ്ടാണ് ഓക്സിജൻ്റെ പ്രസൻസിൽ ഈ ഒരു ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടക്കത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സബ് യൂണിറ്റുകളെയും പെർമനൻ്റ് ആയിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യാൻ ഈ ഒരു പ്രോസസ്സിന് പറ്റും.